ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ദേവനെ കണ്ടോ? വിരുന്നുകാരനായി എത്തി ഇപ്പോൾ വീട്ടുകാരനായിട്ട് ഇരിക്കുന്ന ഒരാശാനാണ്. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ഇവൻ്റെ കഥ. അപ്പോൾ ഇവനിപ്പം ഇഷ്ടപ്പെട്ട സ്ഥലം ഇതാണ് കേട്ടോ. കാരണം ഈ ജനലിൻ്റെ ഇവിടെ കയറി ഇരുന്നിട്ട് എപ്പോഴും പുറത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കലാണ് പണി. അതായത് അവിടെ എന്തെങ്കിലും അരണ, അതുപോലെ എന്തെങ്കിലും ഈ ബട്ടർഫ്ലൈ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കിയിരിക്കുന്നതാണ് ഇവൻ്റെ സ്ഥിരം പരിപാടി. കാരണം ഉണ്ടെങ്കിൽ ചാടിപ്പോയി അതിനെയൊക്കെ പിടിക്കുക എന്നുള്ളതാണ്, വേറൊന്നുമല്ല. അതാണ് ഇവൻ്റെ പ്രധാന ഉദ്ദേശം. അതിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ജനലിൻ്റെ അവിടെ പോയി ഇരിക്കുന്നത്. പിന്നെ അങ്ങനെ ഇരുന്നിരുന്ന് ആശാൻ ഉറങ്ങിപ്പോയി, നല്ല ഉറക്കമായി. ഒത്തിരി പേര് ചോദിച്ചായിരുന്നു എൻ്റെ അടുത്ത്, ഇതിന് പേരിട്ടോ, എന്താ പേര് ഫൈനൽ ചെയ്തു അങ്ങനെ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടില്ല. കുറേ കമൻസൊക്കെ വന്നായിരുന്നു, ഓരോരുത്തർ ഓരോ പേരൊക്കെ പറഞ്ഞു. എല്ലാ പേരും നല്ലതാട്ടോ. ഇപ്പോഴും ഞങ്ങൾ അങ്ങനെ ഒരു പേരൊന്നും ഇട്ടില്ല. മുമ്പ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്ന ആ ചക്കിന്ന് തന്നെ വിളിക്കുന്നുണ്ട്, വേറെ ഒന്നും വിളിച്ചിട്ടില്ല ഇതുവരെയും. പിന്നെ ഇവനെ കണ്ടോ, ഈ ഒരു ടോയ് ഇട്ട് എപ്പോഴും കടിക്കലാണ്. കാരണം ഇവൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ അവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നു, ബ്രൂണോ. അപ്പോൾ ആ പട്ടിയും ഇവനുമായിട്ട് ചേരത്തില്ല. ഇവൻ അതെന്തെങ്കിലും കുറച്ചുകൊണ്ട് വരുമ്പം ഇവൻ അതിൻ്റെ മുഖത്തിട്ട് അടിക്കുമായിരുന്നു. അപ്പം അതിന് നല്ല ദേഷ്യം വരും, അത് കടിക്കാനൊക്കെ പോകും. അത് ഉറച്ച് കുരയ്ക്കുമ്പോഴേ ഇവന് പേടിയാണ്. അപ്പോൾ ആ ഒരു ഇതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് ഓടി വന്നതെന്ന് അവർ പിന്നീട് പറഞ്ഞത്. പട്ടിയുടെ ശല്യം കൊണ്ട് തന്നെ ആയിരിക്കും ഇങ്ങോട്ട് വന്നത് എന്ന് അവർ പിന്നീട് എന്നോട് പറഞ്ഞത്. അപ്പോൾ ആ പട്ടിയോടുള്ള ദേഷ്യം അതങ്ങനെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ നിൽക്കുമ്പോഴും ആ പട്ടിയുടെ കുരച്ചിലൊക്കെ കേൾക്കുകയാണെങ്കിൽ, ശബ്ദം കേൾക്കുമ്പോഴേ ആളിവിടെ ഭയങ്കര അലേർട്ടാവും, ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കും, ഇങ്ങോട്ട് വരുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയിൽ അങ്ങനെ ഇരിക്കും. അപ്പോൾ ആ ഒരു ദേഷ്യം മുഴുവൻ ഇപ്പോൾ ഇവിടുത്തെ ടോയോടാണ് തീർക്കുന്നത്. ഈ ഒരു പട്ടിയോടാണ് എല്ലാ ദേഷ്യവും തീർക്കുന്നത്. എനിക്ക് തോന്നുന്നു അതിനെ ഓർമ്മ വരുമ്പോഴൊക്കെ ഇതിനെയാണ് കടിച്ചിട്ട് ദേഷ്യം തീർക്കുന്നത്. സ്കൂൾ വെക്കേഷനൊക്കെ തുടങ്ങിയതിന് ശേഷം ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം രാവിലെ എണീക്കണ്ടല്ലോ, പിള്ളേർക്ക് പോകണ്ടാത്തതുകൊണ്ട് കുറച്ച് സമയം കൂടെ കിടന്നുറങ്ങാമല്ലോ എന്നൊക്കെയായിരുന്നു. പക്ഷേ ഇവൻ വന്നതിന് ശേഷം അതൊന്നും പറ്റുന്നില്ല. 6 മണിയാകുമ്പോഴത്തേനും വിളി തുടങ്ങും. ഞങ്ങൾ എണീറ്റ് വന്നില്ലെങ്കിൽ റൂമിൽ വന്ന് കട്ടിലൊക്കെ കയറി ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കും. മ്യാവ് മ്യാവ് എന്ന് വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും. അതിന് ഫുഡ് രാവിലെ 6 മണിക്ക് തന്നെ വേണം. പിന്നെ വന്ന് രാവിലെ ഫ്രിഡ്ജിൽ എന്തായാലും ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതെടുത്ത് കൊടുത്ത് കഴിച്ചാൽ മാത്രമേ അതിനൊരു സമാധാനമാവുള്ളൂ. ആ ഫുഡ് കിട്ടുന്നത് വരെ നമ്മളെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് എൻ്റെ രാവിലത്തെ ഉറക്കമെല്ലാം ഇപ്പോൾ പോയി. 6 മണിയെന്നുണ്ടെങ്കിൽ ആ സമയത്തിന് ഞാൻ ഇപ്പോൾ എണീറ്റിരിക്കും. ഈ മോളെ കണ്ടോ, ഇവളുടെ പേര് പൈങ്കിളി എന്നാണ്, പൈങ്കു എന്നൊക്കെ വിളിക്കും. യഥാർത്ഥ പേര് ദിയ എന്നാണ്. ഈ മോളുടെ പൂച്ചയാണ്. ഞാനന്ന് പറഞ്ഞില്ലേ, അപ്പുറത്തുനിന്ന് വീട്ടിൽ നിന്ന് ഇങ്ങനെ കയറി വന്നാണ്, അറിയില്ല എന്നൊക്കെ. ഇവരാണ് ആ പൂച്ചയെ വളർത്തിക്കൊണ്ടിരുന്നത്. മോളുടെ അമ്മയായിരുന്നു പൂച്ചയെ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതും അതിൻ്റെ ആക്സിഡൻറ്റ് പറ്റിയതൊക്കെ നോക്കിയതും ചികിത്സിച്ചതൊക്കെ മോളുടെ അമ്മയായിരുന്നു. അപ്പോൾ ഇവരുടെ വീട്ടിൽ തന്നെ വേറൊരു പൂച്ചയും ഉണ്ട്, ഒരു പേർഷ്യൻ ക്യാറ്റാണ്. അപ്പോൾ അതിൻ്റെ കൂടെ വളർത്താമെന്ന് പറഞ്ഞിട്ടാണ് ഇവനെയും കൊണ്ടുവന്നത്. അങ്ങനെയാണ് പിന്നെ അവസാനം അവൻ അവിടെ നിന്ന് ചാടി ഇങ്ങോട്ട് വന്ന് ഇവിടുത്തെ സ്ഥിരവാസിയായത് ഇപ്പോൾ. അപ്പോൾ ഈ മോളുടെ പൂച്ചയായിരുന്നു. അപ്പോൾ അതിനുശേഷം മോൾ ഇവിടെ ഇപ്പോൾ വെക്കേഷനല്ലേ, അപ്പം മോളും പിന്നെ വേറൊരു കുട്ടിയുടെ അടുത്ത് വേറെയും ഒരു ഷിക എന്ന് പറഞ്ഞിട്ടൊരു മോളുണ്ട് അടുത്തുള്ളതാണ്. അപ്പോൾ ഇവരൊക്കെയാണ് ഇപ്പോൾ കൂട്ടി. ഈ പിള്ളേരിങ്ങനെ ഡ്രസ്സ് ഇടാതിരിക്കുന്നതുകൊണ്ട് ആരും ഒന്നും പറയരുത് കേട്ടോ. ചൂടായതുകൊണ്ടാണ്. ഇപ്പോൾ ഷർട്ട് ഇടാനോ ടീഷർട്ട് ഇടാനോ ഒന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല. ചൂടാണ്, അതുകൊണ്ട് ഇടത്തില്ല എന്ന് പറഞ്ഞ് ഫുൾ ടൈം ഇങ്ങനെയാണ് നിൽക്കുന്നത് വീട്ടിൽ. അതുകൊണ്ട് ആരും കളിയാക്കല്ലേ, ചൂടായതുകൊണ്ട് മാത്രമാണ് അവർ ഡ്രസ്സ് ഇടാത്തത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. ബൈ ബൈ.